പുതിയ ക്ലാസ് അല്ലയോ? ഏഴാം ക്ലാസ്സുകാരൻ. ബെസ്റ്റ് വിഷസ്. പോയിട്ടാ. ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് വന്നത് പുതിയ ക്ലാസ്സിലായി ഞാൻ. അതുകൊണ്ട് അങ്ങോട്ടാ പോകുന്നു. അന്നേരം നേരെ സ്കൂളിലോട്ട് പോയാലോ? ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. പിന്നെ അപ്പം ബൈക്ക് വരുമെന്നും കരുതി ഇരുന്നതാ കുഞ്ഞ്. ശരി ശരി. പഠിക്കണേ. ബുദ്ധിഭൂതം ത്രിലോകേശം തമ്മമാമി ബൃഹസ്പതി ഓം ഭൂർഭുവസ്സുവ തത്തൈതോർമയേന ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. നരുട്ടോ 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 കക്കാരി 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 കുണിക്ക് പാട്ട് പാട്ട് പാട്ട്. ലാസ്റ്റ് അടുത്ത രസം വരുന്നത്. ആണോ? പ്രസിഡന്റിന്റെ പേരെന്താ? പ്രസിഡന്റ് അർജുൻ, ഇന്ത്യയുടെ പ്രസിഡന്റ്. കുഞ്ഞിന് ഇന്ത്യൻ പ്രസിഡന്റ് ആവേണ്ടതല്ലേ? പിന്നെ ഡോക്ടർ, ഡിറ്റക്റ്റീവ്, സയന്റിസ്റ്റ്, മന്ത്രി. ഓ, ഇത്ര ആവണം കുഞ്ഞിന്. അപ്പൊ ചേട്ടൻ ആരാവണം? അപ്പൊ ചേട്ടാ ഓ, സയന്റിസ്റ്റുകളുടെ ബഹളം. അവിടെ നമ്മ പോകരുത്. ഇല്ലില്ല, അമ്മ പോകത്തില്ല. അമ്മ ഇതായി പുറത്ത് ഇവിടെ പോകത്തില്ലടാ ചക്കരെ. പോകത്തില്ല കേട്ടോ. അമ്മ ഇവിടെ പുറത്ത് കിടക്കും. എന്നിട്ട് ക്ലാസ് കഴിയുമ്പോ എന്റെ കുഞ്ഞിനെ വന്ന് വിളിക്കുമല്ലോ. അമ്പിളിയമ്മയുടെ സ്നേഹമൊക്കെ ഉണ്ട്. ഇതിനകത്തുണ്ട് അമ്പിളിയമ്മയുടെ മനസ്സും സ്നേഹവും അനുഗ്രഹവും ഒക്കെ ഉണ്ട് കേട്ടോ. കൂടെ ഉണ്ട് കുഞ്ഞിന്റെ. വിളിച്ചാലേ പറ്റും. ആ ശരി ശരി. കേട്ട് പെടങ്ങല്ലേ. ചിരിച്ചോണ്ട് വേണം ക്ലാസ്സിൽ കയറാൻ. കേട്ട് 2.5 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് അജിക്കുട്ടനും ക്ലാസ് തുടങ്ങി. അപ്പുട്ടാ ഹായ്, നമസ്കാരം. അപ്പുക്കുട്ടൻ്റെയും അജിക്കുട്ടൻ്റെയും ഈ വർഷത്തെ ഫസ്റ്റ് സ്കൂൾ ഡേ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. പുതിയ ക്ലാസ് അല്ലയോ? ഏഴാം ക്ലാസ്സുകാരൻ. ബെസ്റ്റ് വിഷസ്. പോയിട്ടാ. അപ്പൂട്ടന് സ്കൂളിൽ ക്ലാസ് തുടങ്ങി 2.5 ആഴ്ചയ്ക്ക് ശേഷമാണ് അജിക്കുട്ടൻ്റെ ക്ലാസ് തുടങ്ങിയത്. അപ്പൂട്ടൻ്റെ സ്കൂൾ ഓപ്പണിംഗ് ഡേയിലെ ഫോട്ടോ ഇട്ടപ്പോൾ പലരും ചോദിച്ചിരുന്നു അജിക്കുട്ടൻ്റെ ഫോട്ടോ എവിടെ എന്ന്. 2 പേർക്കും 2 സമയത്തായിരുന്നു സ്കൂൾ ഓപ്പണിംഗ്. അതുകൊണ്ടാണ് ഒരുമിച്ചുള്ള ഫോട്ടോ ആദ്യം ഇടാഞ്ഞത്. അജിക്കുട്ടൻ സ്കൂളിലോട്ട് വരാനില്ലെങ്കിൽ അപ്പുക്കുട്ടന് അപ്പൂപ്പൻ്റെ കൂടെ ബൈക്കിൽ പോകാനാണ് ഇഷ്ടം. അപ്പൂപ്പനാണ് വിളിക്കാൻ വരുന്നതെന്ന് കരുതി അപ്പൂപ്പൻ്റെ ബൈക്ക് നോക്കി നിൽക്കുമായിരുന്നു അപ്പുക്കുട്ടനെ. പക്ഷേ കാറ് കണ്ടപ്പോഴേ അപ്പൂട്ടന് മനസ്സിലായി അമ്മയുണ്ടെന്ന്. ഞാൻ വലിയ കാര്യത്തിൽ സർപ്രൈസ് കൊടുക്കാൻ പോയതാ, നടന്നില്ല. ഞാൻ വരുമെന്ന് വിചാരിച്ചില്ല. പിന്നെ അപ്പൂപ്പൻ ബൈക്ക് വരുമെന്നും കരുതി ഇരുന്നതാ കുഞ്ഞ്. അല്ലയാ? എന്തുവാ? പോയാലോ? പെട്ടെന്ന് ഇറങ്ങി വന്നല്ലോ കുഞ്ഞ്. ആണോ? ഞങ്ങൾ ഈ സൈഡിൽ നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഉണ്ട് പാൽ സർബത്തും എല്ലാം ഉണ്ടേ. എന്താടാ വീഡിയോ എടുക്കുന്നോണ്ട് എന്തൊരു മാന്യനായ അപ്പൂസ്. അല്ലേലും നല്ലതാ. വീഡിയോ എടുക്കുന്നോണ്ടാണോ ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് കുരുത്തക്കേട് കാണിക്കാതിരിക്കുന്ന അപ്പു? നോക്കട്ടെ. കുഞ്ഞ് ഒന്നുകൂടെ പോകാൻ നേരത്ത് പറഞ്ഞതാ. പോയിട്ട് വരാന്ന് പറയും. ആ ശരി. പഠിക്കണേ. പോയിട്ട് വരട്ടേന്ന് പറയും. ചെരുപ്പ് ഊരിയില്ല അമ്മുമ്മ. പൂജാമുറിയിലും കൂടെ ഒന്ന് തൊഴുതേരെ. അകത്ത് കയറണ്ട, ചെരുപ്പിട്ടേക്കുമല്ലയോ കുഞ്ഞ്.
സരസ്വതി ദേവി ഇരിപ്പുണ്ട്. സരസ്വതിയുടെ പ്രാർത്ഥനയും കൂടെ പറഞ്ഞു. എല്ലാരും ഉണ്ട്. ഓം നമോ നാരായണായ ബലവൈര്യം നിർഭയത്വം അരോഗതാത് അജാട്യം വാഴ്പാടുത്വഞ്ച ഹനുമത് സ്മരണാത് പവേത്. ബാ സമയം ഒരുപാടായി. ബാ ഞങ്ങൾ പോയിട്ട് വരട്ടെ. അമ്മച്ചിയുടെ കയറട്ടെ. ഇത് സ്ഥലം തായോ അന്ന് കാലത്തോട്ട് തൊഴുതോട്ട് കുഞ്ഞ്. ആ ശരി. കുഞ്ഞൊന്ന് പ്രാർത്ഥിച്ചേ അമ്പൂറ്റിയെടുത്ത്. ഓം ഗണപതേ നമഃ. ഓം സം സരസ്വതേ നമഃ. ഓം നമോ നാരായണായ ബലം യശോധൈര്യം നിർഭയത്വം അരോഗതാത് അജാട്യം വാഴ്പടുത്വഞ്ച ഹനുമത് സ്മരണാത് ഭവേത്. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഓം സ്വാമിയെ ശരണയ്യപ്പോ. ഹര ഹരോ ഹര ഹര. ഷടാനനം കുങ്കുമരത്തവർണ്ണ മഹാമതിം ദിവ്യമയൂരം വാഗണം യുദ്ധത്തെ സോനം സുരസായനം യുഗം സദാഹം ശരണം പ്രവൃത്തിയെ. കാളി മഹാകാളി ഭദ്രകാളി നമസ്തേ. കുലം ച കുലഗർഭം ച മാം ച പാലയ മാം. ദേവാനാം ച ഋഷീണം ച ഗുരു കാഞ്ചന സഞ്ജീവം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി. ഓം ഭൂർഭുവസ്സുവഃ തത്സവിതുർവ്വരെണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. സ്വഭാഭാസ ത്രിവിപുത്രം രമാഗ്രതം ഛായാമാർത്താണ്ഡ സംഭൂതം തം നമാമി ശനുശര. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണാമ ക്ലേശനരായ ഗോവിന്ദായ നമോ നമഃ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർബോധമേസ്തുത. പിന്നെ ഭൂതനാഥ സദാനന്ദ സർവഭൂതദേവ രക്ഷ രക്ഷ മഹാബാഹ. ശാസ്ത്രേ സുഭ്യം നമോ നമഃ. ഓം നമോ ഭഗവതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ പരമാത്മനേ നമോ നമഃ. ആ മിടുക്കൻ. അമ്പൂറ്റിമാരൊക്കെ അനുഗ്രഹിക്കട്ടെ കുഞ്ഞുങ്ങളെ. അപ്പൂപ്പൻ ഇത് വല്ലതും അറിയാവോ അപ്പൂപ്പ? ഇനി അജു തന്നെ കണ്ടുപിടിച്ച പാട്ടാണ് അടുത്തത് വരുന്നത്. പ്രാർത്ഥന കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൂപ്പന്റെയും മക്കളുടെയും പാട്ട്. പരിപ്പിന്റെ റൈഡറോ? ലാസ്റ്റ് രസം വരുന്നത് കുണിക്കത്താട്ട് പെണ്ണെ പെണ്ണെ നിന്റെ പേരെന്താണ്? സൈനവ
നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് കോമഡി വരുന്നത്. നിന്റെ അടുത്ത് ഇരുന്നോട്ടേന്ന് ചോദിക്കുമ്പോ പോടി വീട്ടിലെന്ന് പറയുമോ? അതാണോ ഇതൊക്കെ? പോടി പെണ്ണെന്ന് പറയുമോ? അയ്യോ അല്ല ബോഡി പെണ്ണ. ഇതൊക്കെ ഈ പാട്ടിന്റെ ഒക്കെ ഉസ്താദ് തോ ഇരിക്കുന്ന അപ്പൂപ്പനാണ് ഇതിന്റെയൊക്കെ ഉസ്താദ്. പിന്നെ അപ്പുച്ചേട്ടനോ. ഇനി ഇന്നോട്ട് പുതിയ പാട്ടുകളൊക്കെ പാടാനോ? ആണോ? പ്രസിഡന്റിന്റെ പേരെന്താ? പ്രസിഡന്റ് അർജുൻ. ഓ, പ്രസിഡന്റ് പുതിയ ക്ലാസ്സിലോട്ട് പോവാ. പ്രസിഡന്റ് പഠിത്തത്തില്ലല്ലോ. അയ്യോ, പ്രസിഡന്റ് ഒക്കെ പഠിക്കും. പ്രസിഡന്റ് പഠിച്ചിട്ടാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയത്. പിന്നെ മക്കൾക്ക് ആരാവണം വലുതാവുമ്പോ പഠിച്ച്? കുഞ്ഞിനെ അതാണ് പ്രസിഡന്റ്, ഇന്ത്യയുടെ പ്രസിഡന്റ്. കുഞ്ഞിന് ഇന്ത്യൻ പ്രസിഡന്റ് ആവേണ്ടതല്ലേ? എന്നാണ് പറഞ്ഞല്ലോ ഡോക്ടറൊക്കെ ആവണം, ഡിറ്റക്റ്റീവ്. ഡോക്ടർ, ഡിറ്റക്റ്റീവ്, സയന്റിസ്റ്റ്, മന്ത്രി. ഓ, ഇത്ര ആവണം കുഞ്ഞിന്. പിന്നെ എന്തായിരുന്നു കുഞ്ഞ് പറഞ്ഞേ? ഇത്രേ ഉള്ളു, ഇതുവരെ ഇത്രേ ഉള്ളു. ഇനി ലിസ്റ്റ് കൂടുവോന്നറിയത്തില്ല. ആണോ? അപ്പുച്ചേട്ടനാരാവണം? അപ്പുച്ചേട്ടാ? ഓ, സയന്റിസ്റ്റുകളുടെ ബഹളം. നമ്മൾ ഇന്ന് വന്നത് പുതിയ ക്ലാസ്സിലായി ഞാൻ. അതുകൊണ്ട് അങ്ങോട്ടാ പോകുന്നു. അന്നേരം നേരെ സ്കൂളിലോട്ട് പോയാലോ? അങ്ങോട്ടല്ല സ്കൂൾ, ഇങ്ങോട്ടാ സ്കൂൾ. നേരെ സ്കൂളിലോട്ട് പോയാലോ? ചേട്ടോയ്, സ്കൂളെത്തി അജിക്കുട്ടാ, സ്കൂളെത്തി. അജിക്കുട്ടന്റെ സ്കൂളെത്തിയല്ലോ. അപ്പൊ ചേട്ടൻ ഇവിടാന്ന് പറഞ്ഞേ. വൈകിട്ട് വരാവേ ഉമ്മാ. പതുക്കെ പതുക്കെ മോനെ, സങ്കടമൊന്നും വേണ്ട, നല്ല മോനാ. അമ്മ വരാൻ വിളിക്കാം. അമ്മ ഇവിടെ കിടക്കണ്ട, ഇത് പുറത്ത് ഇങ്ങനെ കിടക്കും കേട്ടോ. ക്ലാസ് കഴിയുമ്പോ അമ്മ വരും. ഇല്ലില്ല, അമ്മ പോകത്തില്ല. അമ്മ ഇതായി പുറത്ത് ഇവിടെ പോകത്തില്ലടാ ചക്കരെ. പോകത്തില്ല 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 കേട്ടോ. അമ്മ ഇവിടെ പുറത്ത് കിടക്കും. എന്നിട്ട് ക്ലാസ് കഴിയുമ്പോ എന്റെ കുഞ്ഞിനെ വന്ന് വിളിക്കുമല്ലോ. അമ്പിളിയമ്മയുടെ സ്നേഹമൊക്കെ ഉണ്ട്. ഇതിനകത്തുണ്ട് അമ്പിളിയമ്മയുടെ മനസ്സും സ്നേഹവും അനുഗ്രഹവും ഒക്കെ ഉണ്ട് കേട്ടോ. കൂടുണ്ട് കുഞ്ഞിന്റെ. കരയാതിരുന്നാലേ അവര് വൈകിട്ട് വിടത്തുള്ളൂ കേട്ടോ. കരഞ്ഞാ അവര് പറയേ, കരയുന്ന പിള്ളേരെ ഇന്ന് വിടത്തില്ല, ഇവിടെ നിന്നോളാൻ പറയും. അയ്യോ, അപ്പൊ എന്തോ അമ്മ വരുമല്ലോ വിളിക്കാൻ. അമ്മയും വരും. അമ്മ വരാം വരാം കേട്ടോ. ഇതോ അതാ പുതിയ ബിൽഡിംഗ്. മക്കളെ, ഒരു കാര്യം പറയട്ടെ, സങ്കടപ്പെട്ട അമ്പിളിയമ്മയ്ക്ക് സങ്കടമാവേ. നല്ല ചിരിച്ച് നമ്മൾ പുതിയ ക്ലാസ്സിലോട്ട് പോവാ. കുഞ്ഞിന് നല്ലോണം പഠിക്കാൻ പറ്റണം. നല്ല മോനായിട്ട് ചിരിച്ച് കേട്ടോ. ആ ശരി ശരി, കേട്ടു കേട്ടു. പെണങ്ങല്ലേ, ചിരിച്ചോണ്ട് വേണം ക്ലാസ്സിൽ കയറാൻ. കേട്ടു കേട്ടു കേട്ടു. നല്ല മോനാ. പോയിട്ട് വരട്ടെ എന്ന്. അപ്പം വരട്ടെ. മോൻ്റെ ബുക്കൊക്കെ അപ്പൻ്റെ കയ്യിലല്ലയോ. ഒരു കാര്യം ചെയ്യാം, അപ്പം ബുക്ക് എടുത്തോണ്ട് വരും. നമുക്ക് അങ്ങോട്ട് പോയാലോ, ക്ലാസ്സിൻ്റെ അടുത്തോട്ട്. ബാ, നമുക്ക് അങ്ങോട്ട് നടക്കാം. ഓടി. മഴ ചെറുതായിട്ട് ഇതൊക്കെ തൊപ്പി വെച്ചേരട്ടെ. നിക്ക് തൊപ്പി വെച്ചേരാം. അജിക്കുട്ടൻ്റെ ക്ലാസ് പുതിയ ബിൽഡിങ്ങിലാന്നറിഞ്ഞപ്പോൾ സന്തോഷത്തോടെ നടക്കുക. തൊപ്പി ഇങ്ങനെ മോനെ. 2.5 മാസം കൂടെ തന്നെ നിന്നിട്ട് അജിക്കുട്ടൻ സ്കൂളിലോട്ട് പോയപ്പോൾ സത്യം പറഞ്ഞാൽ അജിക്കുട്ടനേക്കാളും വിഷമം എനിക്കുണ്ടായിരുന്നു കേട്ടോ. എല്ലാ അമ്മമാർക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാനിങ്ങനെ അജിക്കുട്ടൻ എന്താ ചെയ്യുന്നതെന്ന് ഒളിച്ച് നിന്ന് കണ്ടുകൊണ്ടിരിക്കുക. പോയിട്ട് വരട്ടെ. അപ്പൂപ്പൻ എന്താ ഇവിടെ നിൽപ്പുണ്ട്. അപ്പൂപ്പൻ
പുറത്ത് വണ്ടിക്കകത്തിരിക്കും കേട്ടോ. എന്നിട്ട് വിളിക്കാൻ നേരത്തെ ഇങ്ങോട്ട് വരത്തുള്ളൂ. എന്തുവാ എന്തൊക്കെ പറഞ്ഞോ കുഞ്ഞ്? രഹസ്യമാണോ? ആ പറഞ്ഞോ. ഞാനും അപ്പനും വീട്ടിൽ പോകരുത്, പുറത്ത് കാറിൽ വെയിറ്റ് ചെയ്യണം എന്നാണ് അജിക്കുട്ടൻ പറഞ്ഞിരിക്കുന്നത്. കണ്ടോ? ആ ആ ബൈ ബൈ. കുഞ്ഞിനെ ക്ലാസ്സിലാക്കിയെങ്കിലും പോകാനൊരു മനസ്സ് വന്നില്ല. കുറച്ച് സമയം അജിക്കുട്ടൻ കാണാതെ ഞാനിങ്ങനെ പുറത്തുനിന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ ആള് കണ്ടുപിടിച്ചേ. അജുക്കുട്ട എന്താ? ഇല്ല, ഇവിടെ നിൽക്കും. വിടാറായില്ല. ഇരിക്കും, മാം പറയുമ്പോൾ വന്നാൽ മതി. അമ്മ ഇവിടെ നിൽക്കാം പുറത്ത് കേട്ടാ. ഓക്കെ, കുഴപ്പമില്ലായിരുന്നേ മാം. കുറച്ച് മുന്നേ ഡിസ്പോസൽ തുടങ്ങിയപ്പോൾ ചോദിച്ചു ഇവിടെ വെയിറ്റ് ചെയ്യുമെന്നാ പറഞ്ഞു. ഞാൻ നോക്കട്ടെ. വേണ്ട, അപ്പുറത്ത് നിന്നേ അമ്മ. അവിടെ ഇരുന്നോ കുഞ്ഞ്, അവിടെ ഇരുന്നോ കേട്ടോ. ആ അവിടെ ഇരുന്നോ. അവിടെ പോയി ഇരുന്നോ മക്കള്. ഇപ്പൊ വിട്. ആ അതൊക്കെ കേറി അമ്മ കുഞ്ഞിനെ കാണാൻ. മമ്മോ കേറണ്ട, മാം വഴക്ക് പറയും. അവിടെ പോയി ഇരിക്കും നല്ല കുട്ടിയായിട്ട്. അവിടെ ഇരുന്നോ മക്കൾ, അവിടെ പോയിരിക്കും. അമ്മ ദാ ഇവിടെ നിൽക്കാം, മാം വിടും കേട്ടോ കേട്ടോ. അമ്മ വരാം. ഇതിന്റെ പുറത്ത് കയറി നിന്നമ്മ. ഇതിന്റെ പുറത്ത്. വേണ്ട വേണ്ട, അവിടെ പോയിരിക്കും. മാം വഴക്ക് പറയും. ചിറ്റവാപ്പൻ ഇരിക്കുന്നുണ്ടോ? ഇളയാളാ. മൂത്താള് 7-ലാണ്. ഇവിടെ തന്നെയാ. അയ്യോ അതിലൊന്നും കേറണ്ട, ബാഗ് ഇങ്ങ് പോരെ, അമ്മ പിടിച്ചോളാം. ഓടിവാ. എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്സൊക്കെ, മാമൊക്കെ? കുഞ്ഞേ, അജു മണ്ണി കളിക്കണ്ട. മാം ദോ അവിടുന്ന് നോക്കുന്നുണ്ട്. മണ്ണി കളിക്കുന്ന പിള്ളേരെ ഹോസ്റ്റലിലോട്ട് ആക്കുവേ. അയ്യയ്യ, ഞങ്ങള് പോവാണ്. എന്നാ ഇവിടെ ഒന്നും ദേവൂട്ടൻ. എങ്ങനെ ഉണ്ടായിരുന്നു ദേവൂട്ട ക്ലാസ്? സൂപ്പറായിരുന്നോ? ആണോ? ആഹാ, ആണോ മക്കളെ? ഇതാ വണ്ടി നീങ്ങിയില്ലേ? എന്നാലും ഒരു സാധനം ഇട്ട് ആണോ? വെൽക്കം ചെയ്തപ്പോ ഇട്ടതായിരിക്കും. മക്കളെ ഇറങ്ങാം, പോട്ടെ വലിയമ്മച്ചി പോട്ടെ. മക്കളുടെ ക്ലാസ് മുകളിലാണോ? ആണോ? ആരീ പോന്നേ? അമ്മയുടെ കുടുക്കമണിയനാണോ? അപ്പൊ വരൂ അപ്പുചേട്ടൻ. അപ്പു സാറേ, അപ്പുചേട്ടൻ അജിക്കുട്ടൻ നല്ല കുട്ടിയായിരുന്നു കേട്ടോ. അപ്പുചേട്ടനോ? എന്താ ഉണ്ടായി വിശേഷം ക്ലാസ്സില്? ലീഡർ ആയിരുന്നോ കുഞ്ഞ്? ഓ മിടുക്കൻ. ടി പി ഉണ്ടായിരുന്നോ മക്കളെ? എന്നിട്ട് വെരി ഗുഡ്. അപ്പുചേട്ടന് ഫുൾ മാർക്ക് ഉണ്ടല്ലോ. നേരെ വീട്ടിലോട്ട് പോയാലോ? അങ്ങനെ സ്കൂൾ ഓപ്പണിംഗ് കഴിഞ്ഞു. രണ്ടുപേരും 2.5 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ അജിക്കുട്ടനും ക്ലാസ് തുടങ്ങി. അപ്പുട്ടാ